ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെയാണ് നമ്മൾ നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ നാരായണീയ മധുരത്തിൻ്റെ 78ാമത്തെ ദിവസമാണ്. ഇന്ന് മറ്റൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയായി ബ്രഹ്മശ്രീ തെക്കുംപറമ്പ് നാരായണൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ വരുന്ന ഏപ്രിൽ 1 തീയതി മുതൽ സെപ്റ്റംബർ 30 കൂടിയുള്ള ദിവസങ്ങളിൽ പൊന്നുഗുരുവായൂരപ്പന് പൂജ കഴിക്കാനുള്ള ഭാഗ്യമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 8ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ പരിഭാഷ ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം പാടി നമുക്ക് സമർപ്പിക്കാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാപി സൃഷ്ടി. സ പുനഃ ഭവൽ പ്രസാദാൽ അനുദിനം അസ്മാദൃശാം
അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം തു തദാ അപി സുപ്തപ്രബോധനസമാ സൃഷ്ടി അസ്തി. ഇവിടെ സ പുന, ആ ബ്രഹ്മാവ് പിന്നീട് ഭവൽപ്രസാദാത് അനുദിനം, അവിടുത്തെ പ്രസാദം കൊണ്ട്, ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അനുദിനം എല്ലാ ദിവസവും അസ്മാദൃശാം അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി. അസ്മാദൃശാം നമ്മെപ്പോലുള്ള ജനങ്ങൾ പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദികൃത്യങ്ങളെപ്പോലെ ലോകസൃഷ്ടിക്രമം അല്ലെങ്കിൽ ലോകസൃഷ്ടി കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. നമ്മൾ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുക, കുളിക്കുക, അങ്ങനെയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യും. ഇതേപോലെ ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും ഇത്തരത്തിൽ സൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നു. പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം തു, മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ച, നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച പരായുഷാം തു ചിരഞ്ജീവികൾക്കും തഥാ അപി സുപ്ത പ്രബോധന സമാ, കൽപ്പത്തിൻ്റെ ആരംഭത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. കൽപ്പാരംഭത്തിൽ സുപ്തപ്രബോധന സമാ, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെയുള്ള, അതിന് തുല്യമായ സൃഷ്ടി അസ്തി, അവർക്കും വീണ്ടും സൃഷ്ടിക്കപ്പെടണം എന്നാണ്. മാർക്കണ്ഡേയൻ തുടങ്ങിയ ചിരഞ്ജീവികൾ അല്ലേ, ആ കൽപ്പാദിയിൽ അവർക്കും സൃഷ്ടിയുണ്ട്, അവരെയും സൃഷ്ടിക്കുന്നതാണ്. അവർക്ക് മുൻകൽപ്പങ്ങളിലെ വൃത്താന്തം ഓർമ്മയുള്ളത് കൊണ്ട് ഏതുപോലെയാണ്? സുപ്തപ്രബോധന സമാന, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ. നമുക്കും അങ്ങനെയാണ്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, ഉറക്കത്തിൽ ഒരുപക്ഷെ അതൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇതേപോലെ സൃഷ്ടി ഈ ചിരഞ്ജീവികൾക്കും ഉണ്ട് എന്ന് പറയുന്നു. ഇനി ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽപ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തദാപി സൃഷ്ടി. ഇനി ശ്രീഹരിയം, ഭാഷാഗാനം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ബ്രഹ്മദേവൻ അവിടുത്തെ അനുഗ്രഹവർഷത്തോടെ അനുദിനം ലോകസൃഷ്ടി അനുഷ്ഠിക്കുന്നു. ഉറങ്ങിയുണരുന്നതിൻ സമം ചിരഞ്ജീവികൾക്കും കൽപ്പാരംഭേ സൃഷ്ടിക്രിയ വിശേഷമുണ്ട്. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ. നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി
സമർപ്പയാമി.